ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1/2 കിലോ റൈസാണ്. ഞാൻ 1.5 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ചെമ്മീൻ്റെ മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കതിലേക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്ത് മാറ്റാം. അത് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോളയും കൂടെ ഒന്ന് വറുത്ത് മാറ്റാനായിട്ടുണ്ട്. അങ്ങനെ സബോളയും കൂടെ ഇട്ട് സബോള വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്താണ് ഞാനിവിടെ ഈ ചെമ്മീൻ വറുത്തെടുക്കുന്നത്. ചെമ്മീന് വേവ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ചെമ്മീനെല്ലാം ഇട്ടു നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ആക്കിയെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരി അങ്ങ് വാർത്തിട്ടു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ ഒരു ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുരുമുളകും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സബോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയ്ക്ക് പകരം ഞാനിവിടെ ചേർക്കുന്നത് മല്ലിയിലയാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴന്ന് നമ്മുടെ ഈ പാനിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ മസാല എല്ലാം കൂടെ, അതെല്ലാം തവി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് നിടുമ്പോൾ അതിന് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ മസാലയെല്ലാം സവോളയായിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും കൂടെ ചേർത്ത് നല്ല രീതിക്ക് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ തക്കാളി വട്ടത്തിലരിഞ്ഞ് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ആവി കയറ്റാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ തക്കാളി അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അത് നല്ല രീതിക്കൊന്ന് കുക്കാക്കി എടുക്കുക. ഇങ്ങനെ തക്കാളി ഈ രീതിക്ക് ചേർക്കുമ്പോൾ കറിക്കൊരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ചേർത്തു. കറി നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു രുചിയാണ് തക്കാളി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ചോറ് റൈസ് കുക്കായിട്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ്റെ മസാലയും ചേർത്ത് അതിലേക്ക് നമുക്ക് ചോറും ചേർത്ത് കൊടുക്കാം. ഇതേ രീതിക്ക് നമുക്ക് 2-3 പ്രാവശ്യം ചെയ്യാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല രീതിക്ക് കുക്കാക്കിയ ശേഷമാണ് ഞാനത് എടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സാലഡ് റെഡിയാക്കിയെടുക്കാം. കുക്കുംബറും ക്യാരറ്റും സബോള പച്ചമുളക് പൊടികളായിട്ട് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ് എടുത്തേക്കുന്നത്. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ്. ഞാൻ സൈഡായിട്ട് എടുത്തേക്കുന്നത് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറും സലാഡും പിന്നെ പപ്പടവും കൂടെ കൂട്ടി ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടമെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ചേട്ടനാണ് ട്രൈ ചെയ്യാൻ കൊടുത്തത്. ചേട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.